വന്ന കേസ്, ആ കേസ് ന്യായപീഠം തള്ളിയ ശേഷം ഇപ്പോൾ പല തെറ്റായ പ്രചരണങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ആ കേസിൻ്റെ വാസ്തവികമായ സ്ഥിതിയും അതുപോലെ പാർട്ടിയുടെ ഇനി തുടർന്നുള്ള നിലപാടും അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. അപ്പോൾ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് ബന്ധമായ കേസിൽ ആധികാരികമായി പറയാൻ അർഹതയുള്ള ആൾ അഡ്വക്കേറ്റ് ശ്രീകാന്ത്, ആ കേസ് ഹാൻഡിൽ ചെയ്ത അഡ്വക്കേറ്റ് കൂടി. അതുകൊണ്ട് തുടർന്നുള്ള എല്ലാ വിഷയങ്ങളും കൂടി ശ്രീകാന്ത് അവതരിപ്പിക്കും. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി കുറ്റമുക്തമാക്കിയിട്ടുള്ള മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട LDFിൻ്റെ സ്ഥാനാർത്ഥിയും CPMൻ്റെ നേതാവും കാഞ്ഞങ്ങാട് മുൻ മുനിസിപ്പൽ ചെയർമാനുമായിട്ടുള്ള VV രമേശൻ്റെ പരാതിയിൽ ആ കേസ് എല്ലാ പ്രതികളെയും കുറ്റമുക്തം ആക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ BJPക്ക് വ്യക്തമാക്കാനുള്ളത്, ഈ സംഭവങ്ങളെല്ലാം ഒരു വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമാണ്. രണ്ട് തരത്തിലുള്ള ഗൂഢാലോചനയുണ്ട്, രണ്ട് ഭാഗങ്ങളായിട്ട്. ഒന്നാമത്തെ ഗൂഢാലോചന ഈ തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ സമർപ്പിച്ചതിന് ശേഷം BSPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ സുന്ദര, അദ്ദേഹം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ വേണ്ടിയിട്ട് സ്വമേധയാ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർച്ച് 21 റിട്ടേണിംഗ് ഓഫീസറെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിൻ്റെ പിൻവലിക്കാനുള്ള അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. അത് ഞായറാഴ്ച ആയതുകൊണ്ട് അവധി ദിവസം നോമിനേഷൻ സമർപ്പിക്കാനോ പിൻവലിക്കാനോ പാടില്ല എന്നുള്ളത് കൊണ്ട് അന്ന് റിട്ടേണിംഗ് ഓഫീസർ ഒരു തീരുമാനം എടുത്തില്ല. മറിച്ച് അവിടെ സംഭവിച്ചത്, ഈ നോമിനേഷൻ വിഡ്രോ ചെയ്യാൻ വേണ്ടി കൊടുത്ത അപേക്ഷ റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിൽ നിന്ന് ചോർന്നു. അങ്ങനെ ചോർന്നതിൻ്റെ ഭാഗമായിട്ടാണ് പല രീതിയിലുള്ള സമ്മർദ്ദം ശ്രീ സുന്ദരയ്ക്ക് മേൽ ഉണ്ടായത്. അതിന് വലിയ രീതിയിലുള്ള ദുർവ്യാഖ്യാനം ചെയ്തു. ശ്രീ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വാർത്തകളായിട്ട് പ്രചരിച്ചു. അദ്ദേഹം പിൻവലിക്കാതിരിക്കാനുള്ള വലിയ ശക്തമായിട്ടുള്ള സമ്മർദ്ദമുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടി BSP മാത്രമല്ല, UDFൻ്റെയും LDFൻ്റെയും ഭാഗത്തുണ്ടായിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ ചില മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ സമ്മർദ്ദമുണ്ടായിട്ടും സുന്ദര അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറായില്ല. അതിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. പക്ഷേ BSPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ J. സുധാകരൻ, അദ്ദേഹം ബദിയടുക്ക പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു, തട്ടിക്കൊണ്ടുപോയതായിട്ട്, തങ്ങളുടെ സ്ഥാനാർത്ഥിയെ BJPക്കാർ തട്ടിക്കൊണ്ടുപോയതായിട്ട് പരാതി കൊടുക്കുന്നു. ആ പരാതി ലഭിച്ച ഉടനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം ആരംഭിക്കുന്നു. സുന്ദര തന്നെ പോലീസിനോട് പറഞ്ഞത്, എന്നെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല, ഞാൻ വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചത് സ്വമേധയാണ്, ഞാൻ BJPയിൽ ചേരാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് അത് പ്രൊസീഡ് ചെയ്യാനായില്ല. അപ്പോഴും നിന്നില്ല. പിറ്റന്നാളും വലിയ രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചു. അങ്ങനെ വാർത്തകൾ പ്രചരിച്ചതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ സുന്ദര തന്നെ BJPയുടെ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് പത്രസമ്മേളനം നടത്തി. അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുകയും താൻ വിഡ്രോ ചെയ്യുന്ന തീരുമാനം ഔദ്യോഗികമായിട്ട് പത്രങ്ങളെ അറിയിക്കുകയും മാധ്യമങ്ങളെ അറിയിക്കുകയും അദ്ദേഹം
പിന്നീട് മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ റിട്ടേണിംഗ് ഓഫീസറെ കണ്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒന്നാമത്തെ ശ്രമം പരാജയപ്പെട്ടു. സുന്ദര സ്വയം തീരുമാനിച്ച തീരുമാനം സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തി പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും മാറ്റാനുള്ള ശ്രമം അവിടെ പരാജയപ്പെട്ടു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, കുറേ കാലം കഴിഞ്ഞു. അതിനുശേഷം പെട്ടെന്ന് മലയാളത്തിലെ പ്രമുഖമായിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനം, ആ സ്ഥാപനത്തിലെ ചില മാധ്യമ പ്രവർത്തകരും ഉൾപ്പെട്ട ആൾക്കാർ വീണ്ടും ഒരു തിരക്കഥ ഉണ്ടയുടെ വെളിപ്പെടുത്തൽ എന്ന നിലയ്ക്ക് ഒരു വാർത്ത ബ്രേക്ക് ചെയ്തു. ഒരു ചാനലിൽ വാർത്ത വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ബാക്കി എല്ലാവരും അതിൻ്റെ പിന്നാലെ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, മാധ്യമങ്ങളുടെ രീതി. അങ്ങനെ എല്ലാവരും അതിൻ്റെ പിന്നാലെ പോയി വലിയ വാർത്തയായി. അങ്ങനെ വാർത്തയായതിനു ശേഷം LDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ VV രമേശ് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുക്കുന്നു. പോലീസ് മേധാവി ആ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്ത് ആ കേസ് നോൺ കോഗ്നിസബിൾ, അതായത് പോലീസിന് സ്വമേധയാ കേസെടുക്കാൻ നിവൃത്തിയില്ലാത്ത വകുപ്പാണ്. നമ്മുടെ നിയമത്തിൽ അങ്ങനെയുണ്ട്, രണ്ട്: സ്വമേധയാ കേസെടുക്കാൻ കഴിയുന്നതും അല്ലാത്തതും. അങ്ങനെ പോലീസ് ബഹുമാനപ്പെട്ട കാസർഗോഡ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അനുവാദത്തിന് വേണ്ടിയിട്ട് ആ പരാതി അയക്കുന്നു. ഹൈക്കോടതിയുടെ വിധിന്യായം ഡയറക്ഷൻ പറഞ്ഞുകൊണ്ട് പരാതിക്കാരൻ ഹാജരായി പരാതി ബോധിപ്പിക്കണമെന്ന് പറയുന്നു. പിന്നീട് പരാതി കൊടുക്കുന്നു, FIR ആവുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ഗൂഢാലോചന അവിടെ നടക്കുന്നു. ഒരു FIR വന്ന് ഇതേ സംഭവത്തിൽ BSPയുടെ സംസ്ഥാന പ്രസിഡന്റ് നേരത്തെ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിൻ്റെ തലേന്ന് തന്നെ പോലീസിന് പരാതി കൊടുത്ത് അതിൽ പോലീസ് അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ പോലീസിനോട് നേരിട്ടും ഫോണിലൂടെയും മാധ്യമങ്ങളിലൊക്കെ തന്നെ അത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളൊരു കേസിൽ അന്നത്തെ SP അടക്കം അറിയുന്നൊരു കേസിൽ പോലീസ് തിടുക്കം കാണിച്ചു. അന്നത്തെ ജില്ലാ പോലീസ് മേധാവി കോടതി FIR ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞ നിമിഷങ്ങൾക്കകം കേസ് FIR രജിസ്റ്റർ ചെയ്ത് സുന്ദരയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനു മുമ്പേ ഈ പോലീസ് അന്വേഷണം കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നു. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ശ്രീ A സതീഷ് കുമാർ നേതൃത്വം കൊടുക്കുന്നൊരു ടീമിനെ രൂപീകരിക്കുന്നു. ഇത് 7-ാം തീയതിയാണ്. 10-ാം തീയതി വരെ സുന്ദരയുടെ മൊഴി രേഖപ്പെടുത്തുന്നില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് സുന്ദരയുടെ മൊഴിയാണ്, രേഖപ്പെടുത്തുന്നില്ല. 10-ാം തീയതിയാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്രയും ദിവസം സുന്ദര മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തുന്നത് 5-ാം തീയതി. 22/3 പിൻവലിച്ച നാമനിർദ്ദേശ പത്രികയിൽ തെരഞ്ഞെടുപ്പും ഒക്കെ കഴിഞ്ഞ് റിസൾട്ടും വന്നതിന് ശേഷവും യാതൊരു തരത്തിലുള്ള പരാതിയും പറയാത്ത, പരാതിയില്ലാത്ത, എവിടെയും ഉണ്ടാത്ത സുന്ദര 10-ാം തീയതി വരെ അതിൻ്റെ ഇടയ്ക്ക് മാധ്യമങ്ങളോട് പറഞ്ഞു എന്നതിനപ്പുറത്ത് പരാതി കൊടുക്കുകയോ ഈ രമേശൻ കൊടുത്ത പരാതിയിൽ പോലീസിനെ സമീപിക്കുകയോ മൊഴിയെടുക്കുകയോ ചെയ്യുന്നില്ല. അതിൻ്റെ ഇടയിലാണ് ശ്രീ സുന്ദരയെ പോലീസും CPM-ഉം UDF-ഉം ഭീഷണിപ്പെടുത്തി ഇനി മൊഴി അവർ പറയുന്ന അനുസരിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ സുന്ദര പ്രതിയാവുമെന്ന് ഭീഷണിപ്പെടുത്തിട്ടും. അത് ഈ കേസിൽ മാത്രമല്ല, ഏതോ ഒരു കേസിൽ, കൊടകരയിലെ ഒരു കേസിൽ, ആ കേസിൽ അടക്കം പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് സുന്ദര പോലീസിൻ്റെയും LDFൻ്റെയും UDFൻ്റെയും നിർദ്ദേശമനുസരിച്ച്
നിവൃത്തികേട് കൊണ്ട് അവരുടെ തിരക്കഥക്കനുസരിച്ച് അവിടെ നിന്നു കൊടുക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മാധ്യമങ്ങളിൽ 5-ാം തീയതി 5/6 കൊടുത്തിട്ടുള്ള മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിലെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, എനിക്ക് കിട്ടിയ പണം അത് ചിലവാക്കി, ഒരു പൈസയും ബാക്കിയില്ല. അങ്ങനെ ഒരു പൈസയും ബാക്കിയില്ല എന്ന് നിങ്ങളുടെയൊക്കെ മുമ്പിൽ പറഞ്ഞ സുന്ദര നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി, സ്വാധീനിക്കാൻ വേണ്ടി BJPക്കാർ പൈസ കൊടുത്തു എന്ന് പറഞ്ഞ് ഏതോ 2 ആളുടെ അക്കൗണ്ടിൽ ഏതോ ഒരു ബാങ്കിലുള്ള പണം പോലീസ് കണ്ടുകിട്ടുകയാണ്, സീസ് ചെയ്യുകയാണ്. ഈ സുന്ദരയായിട്ടൊരു ബന്ധവുമില്ല, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗവുമല്ല, ഏതോ 2 ആളുടെ പണം സീസ് ചെയ്യുകയാണ്. അക്കൗണ്ടിലുള്ള പണം നിയമം ഞങ്ങളുടെ കയ്യിലുണ്ട്, അധികാരം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് പണം സീസ് ചെയ്യാണ്, കോടതിയിൽ സമർപ്പിക്കുകയാണ്. ഏതൊക്കെ സ്ഥാപനത്തിൻ്റെ CCTV ദൃശ്യങ്ങളെന്ന് പറഞ്ഞ് ഹാർഡ് ഡിസ്കൊക്കെ കൊണ്ടുപോയിട്ട് കോടതിയിൽ കൊടുത്തു. സുന്ദരയുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴി രേഖപ്പെടുത്തുന്നു പോലീസ്. എന്നിട്ട് ചില ആൾക്കാരെ കള്ളമൊഴിയൊക്കെ രേഖപ്പെടുത്തി ഇല്ലാത്ത പൈസ സീസ് ചെയ്തതായിട്ട് ചിലവാക്കിയെന്ന് പറയുന്നത് അവരുടെ കേസ്. അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചാൽ തന്നെ ബാങ്കിൽ നിന്ന് ആരുടെയോ അക്കൗണ്ടിലുള്ള പണം എടുക്കുന്നു, അത് സീസ് ചെയ്യുന്നു, അത് കോടതിയിൽ സമർപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് പോകുമ്പോഴും പോലീസിന് വേണ്ടത്ര തെളിവുകൾ ലഭിക്കുന്നില്ല. അങ്ങനെ അവസാനം കണ്ടെത്തിയ വഴി തടങ്കലിലാക്കി ഭീഷണിപ്പെടുത്തി ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ ഈ പരാതിക്കാരൻ രമേശിനും ഇല്ലാത്ത സുന്ദരക്കുമില്ലാത്ത ആക്ഷേപം, സുന്ദര SC സമുദായത്തിൽപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ അതിക്രമണം തടയൽ നിയമം അനുസരിച്ചുള്ള വകുപ്പുകൾ ചേർത്ത് കുറേ കാലത്തിന് ശേഷം ആ വകുപ്പും ചേർത്ത് അവസാനം 2023 ജനുവരി 10-ാം തീയതി ബഹുമാനപ്പെട്ട ജില്ലാ സെഷൻസ് കോടതി, പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. ഇതിനകത്ത് വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ഈ നാട്ടിൽ ഉള്ള എല്ലാ പൗരന്മാർക്കും ഭരണഘടന ചില മൗലികമായിട്ടുള്ള അവകാശങ്ങൾ കൊടുക്കുന്നു. ഒന്ന്, ഒരു ആരോപണം വന്നാൽ അത് ക്രിമിനൽ ആരോപണമാണെങ്കിൽ ആ ക്രിമിനൽ ആരോപണത്തിൻ്റെ അന്വേഷണം സത്യസന്ധമായിരിക്കണം. അത് ഭരണഘടന മൗലിക അവകാശമാണ്. ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡൻറ്റും അതിലെ പ്രതികളായിട്ടുള്ളവർക്ക് നിഷ്പക്ഷവും നീതിയുക്തവുമായിട്ടുള്ള അന്വേഷണം നിഷേധിക്കപ്പെട്ടു. ആ നിഷേധിക്കപ്പെട്ടതിന് ഉള്ള ഒരു തെളിവ് നേരത്തെ പോലീസിന് കൊടുത്തിട്ടുള്ള മൊഴി അവിടെയുണ്ട്. സുന്ദരയുടെ 22-ാം തീയതി കൊടുത്ത മൊഴിയുണ്ട്. അത് രേഖാമൂലം ഒപ്പിട്ട് വാങ്ങിയ ഇതാണ്. സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് ഒപ്പിട്ട മൊഴിയുണ്ട്. എനിക്ക് യാതൊരു വിധത്തിലുള്ള ഭീഷണിയോ സമ്മർദ്ദമോ പ്രലോഭനമോ പ്രകോപനമോ ഒന്നുമില്ലാതെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ പിൻവലിച്ചത് എന്ന് ബദിയടുക്ക പോലീസ് CIയുടെ മുമ്പിൽ, CIയുടെ സാന്നിധ്യത്തിൽ ASI എടുത്ത മൊഴി അവിടെയുണ്ട്. അതേ പോലീസിനാണ് ഈ അന്വേഷണം FIR വരുന്നത്. അവിടെ ഒന്നുമില്ല എന്ന് ഇത് നടപടിയില്ല, BSPയുടെ കംപ്ലൈൻറ്റ് യാതൊരു നടപടി എടുക്കേണ്ട സാഹചര്യമില്ല എന്ന് ബോധ്യപ്പെട്ട അതേ പോലീസ് രമേശിൻ്റെ പരാതിയിൽ അന്വേഷണ പ്രഹസനം കാണിച്ച് അവിടെ വലിയ രീതിയിലുള്ള കൃത്രിമത്വവും വ്യാജവും രേഖകളും ചമത്തി വ്യാജ മൊഴികളും ഉണ്ടാക്കി കോടതിയിൽ സമർപ്പിക്കുകയാണ്. ഒന്നാമത്തത്. രണ്ടാമത്തത്, പൂർണ്ണമായിട്ടുള്ള നീതി നിഷേധം പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് അതിൻ്റെ തലവൻ DYSP സതീഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഒരു തരത്തിലുള്ള ഒരു
നിഷ്പക്ഷത പാലിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം, റിസൾട്ടൊക്കെ വന്ന ശേഷം എല്ലാവരെയും സ്ഥലം മാറ്റി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ. ആ കൂട്ടത്തിൽ ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് DYSP A സതീശനുണ്ട്. A സതീശനും വേറെയിടത്തേക്ക് സ്ഥലം മാറ്റി, ഉത്തരവായി. പക്ഷേ ഉത്തരവായിട്ടും സതീശനെ മാറ്റുന്നില്ല, അന്വേഷണ ചുമതല വേറെ ആളെ ഏൽപ്പിക്കുന്നില്ല. അദ്ദേഹം അന്വേഷണം തുടർന്നു. അദ്ദേഹത്തിൻ്റെ മാറ്റം റദ്ദ് ചെയ്യുന്നു, ഉത്തരവ് റദ്ദ് ചെയ്ത് ഈ കേസിൽ തുടരാൻ വേണ്ടിയിട്ട് സർക്കാർ നിർദ്ദേശം കൊടുക്കുന്നു. ഒന്ന്. രണ്ടാമത്തത്, ഈ സതീശൻ അന്വേഷിച്ച കേസിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമണം വകുപ്പുകളും ചേർത്തിട്ടുണ്ട്, അന്വേഷണത്തിൽ കണ്ടെത്തി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റി ആക്ടിലെ അതിക്രമണങ്ങൾ അന്വേഷിക്കേണ്ടത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പ്രത്യേകമായിട്ട് ഒരു DYSP ഉണ്ട്, DYSP SMS. അന്ന് സതീശൻ ക്രൈംബ്രാഞ്ചിലെ വേറെ ആളാണ്. ഈ അന്വേഷണത്തിൻ്റെ കാലഘട്ടത്തിൽ 2 DYSPമാർ മാറി വന്നു. അവരെയും ഈ കേസ് ഏൽപ്പിക്കുന്നില്ല, അന്വേഷണം മാറ്റുന്നില്ല, SMS കൊടുക്കുന്നില്ല. പകരം സ്വന്തം സതീശൻ തന്നെ അന്വേഷിക്കുകയാണ്. അപ്പോൾ സ്ഥലം മാറ്റിയത് ഇയാളെ മാത്രം ആ ഉത്തരവ് മരവിപ്പിച്ച് കണ്ടിന്യൂ ചെയ്യുന്നു. രണ്ടാമത്തത് DYSP SMS വേറെ ആളുണ്ടായിട്ടും അതിലേക്ക് കൈമാറാതെ സ്വന്തം സതീശൻ തന്നെ അന്വേഷണം നടത്തുന്നു. ഇത് ഗുരുതരമായിട്ടുള്ള കേസ് വന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ അന്വേഷണം മറ്റവർക്ക് കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സതീശനെ ആദ്യം ഞാൻ പറഞ്ഞ ഈ FIR രജിസ്റ്റർ ചെയ്തിട്ട് ആദ്യം തന്നെ സതീശനെ ക്രൈംബ്രാഞ്ചിൽ സതീശനെ ഏൽപ്പിച്ചത് തന്നെ ദുരൂഹമാണ്. അപ്പോൾ വ്യക്തമായിട്ട് CPM-ഉം ഭരണകക്ഷി പറയുന്നത് പോലെ അനുസരിക്കുന്ന ഒരു ആജ്ഞാനുവർത്തിയായിട്ടുള്ള പോലീസ് ഓഫീസർ എന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയപ്പെടുന്ന സതീശനെയാണ് ഈ കേസിൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മാറ്റം റദ്ദ് ചെയ്തത്, മറവിപ്പിച്ചത്. DYSP SMS വേറെ ഉണ്ടായിട്ടും അവരെ ഇത് മാറ്റി കൊടുക്കാത്തത്. രണ്ടാമത് അതൊന്നും നീതി നിഷേധത്തിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ഇവിടെ ഈ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് നിയമിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് C. ഷുക്കൂറിനെയാണ്. അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള വക്കീലാണ്, അതിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. അദ്ദേഹം UDFൻ്റെ കാലത്ത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും ജില്ലാ കോടതിയിലും പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അനുഭവമുള്ള ആളാണ്. പക്ഷേ ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് വെച്ചത് തീർത്തും നിയമലംഘനമായിട്ടാണ്, നിയമം ലംഘിച്ചുകൊണ്ടാണ്. കാരണം ഈ കേസിൽ പരാതിക്കാരനായിട്ടുള്ള VV രമേശിൻ്റെ അഭിഭാഷകനാണ് C. ഷുക്കൂർ. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ ആ പബ്ലിക് പ്രോസിക്യൂട്ടർ പോലീസിൻ്റെ അഭിഭാഷകനല്ല, അന്വേഷണ സംഘത്തിൻ്റെയോ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും തരത്തിൽ എന്ത് വില കൊടുത്തും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ഒരു ഓഫീസറല്ല. അദ്ദേഹത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അദ്ദേഹം കോടതിക്ക് സഹായിക്കുന്ന, സത്യം കണ്ടെത്താനും നിയമം അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കോടതിയെ സഹായിക്കുന്ന ഒരു ഓഫീസറാണ്. അല്ലാതെ അദ്ദേഹം പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് പരാതിക്കാരൻ്റെയോ അല്ലെങ്കിൽ പോലീസുകാരുടെയോ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെയോ ഒന്നും തന്നെ ഭാഗവുമല്ല. അദ്ദേഹം ഒരിക്കലും അങ്ങനെ അത്തരം ഒരു അഭിഭാഷകനെ പോലെ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമം. അതാണ് ഭരണഘടനയും പറയുന്നത്, അതാണ് CRPCയും പറയുന്നത്, ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള BNSSും പറയുന്നത് അതുതന്നെയാണ്. എത്രയോ കേസുകളിൽ ആവർത്തിച്ച് സുപ്രീം കോടതി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോടതികളും പറഞ്ഞിട്ടുണ്ട്. വെറും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല, സംസ്ഥാന സർക്കാരുകൾക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുമ്പോൾ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുമ്പോൾ ഒരു കാരണവശാലും പരാതിക്കാരൻ്റെ വക്കീലിനെ നിയമിക്കരുതെന്നും,
അതുപോലും ഇവിടെ ലംഘിക്കപ്പെട്ടു. ഇവിടെ പ്രത്യേകം ഒരു താല്പര്യം, നിക്ഷിപ്ത താല്പര്യമുള്ള കാര്യമായതുകൊണ്ടാണ് സർക്കാരും പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഹോം ഡിപ്പാർട്ട്മെൻറ്റും ഈ കേസിലെ പരാതിക്കാരനായിട്ടുള്ള വി രമേശിൻ്റെ വക്കീലിനെ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നീതി പൂർണ്ണമായിട്ട് ഇവിടെ നിഷേധിക്കപ്പെട്ടു. ശ്രീ കെ സുരേന്ദ്രനും ശ്രീ വൈ ബാലകൃഷ്ണൻ ഷെട്ടി ഉൾപ്പെടെയുള്ള ഈ കേസിലെ പ്രതികൾക്ക് പൂർണ്ണമായിട്ട് നീതി നിഷേധിക്കുകയും അവരെ എങ്ങനെയെങ്കിലും ശിക്ഷിക്കണം, പ്രത്യേകിച്ച് ശ്രീ കെ സുരേന്ദ്രനെ ശിക്ഷിക്കുകയും ശ്രീ കെ സുരേന്ദ്രനെ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതാക്കണം എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യേക നിക്ഷിപ്ത താല്പര്യമുള്ള ആജ്ഞാനുവർത്തിയായിട്ടുള്ള DYSP ഇതിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നത്, മാറ്റാത്തത്, അന്വേഷണം SMS കൊടുക്കാത്തത്, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അതേ കേസിലെ അഭിഭാഷകനെ നിയമിച്ചതും ഒക്കെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. വേറൊന്ന്, തീർത്തും ഇത് ഈ അന്വേഷണ പ്രഹസനമാണ് ചെയ്തിട്ടുള്ളത്. തിരക്കഥക്കനുസരിച്ച് എഴുതി കൊടുക്കുകയാണ് ഈ പോലീസ് ടീം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ആദ്യ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് സുന്ദര പറഞ്ഞിരിക്കുന്നത്, വി രമേശൻ പരാതി പറഞ്ഞിരിക്കുന്നത് 3 പേരുടെ പേരാണ്. ശ്രീ കെ സുരേന്ദ്രൻ, പിന്നൊരു സുരേഷ് നായക്, പിന്നൊരു അശോക് ഷെട്ടി. ഈ അശോക് ഷെട്ടി ആരാണ്? വി രമേശൻ്റെ പരാതിയിൽ പണവും മൊബൈലും കൊടുത്തു എന്ന് പറയുന്ന 2 പേരുടെ, ശ്രീ സുരേന്ദ്രൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം എവിടെയും പറയുന്നില്ല, സുരേന്ദ്രന് വേണ്ടി എന്നാണ് പറയുന്നത്. ഈ സുരേഷ് നായിക്കും അശോക് ഷെട്ടിയുമാണ് മൊബൈൽ പണം എനിക്ക് തന്നത് എന്നാണ് നിങ്ങൾക്കെല്ലാവർക്കും തന്നിട്ടുള്ള ബൈറ്റിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, വെളിപ്പെടുത്തലതാണ്. ഈ കേസിൽ അശോക് ഷെട്ടി എവിടെയാണ്? സുന്ദര പറഞ്ഞ അശോക് ഷെട്ടി എവിടെയാണ്? പ്രതിയാണോ? ഇല്ല, പ്രതി അല്ല. പോലീസിൻ്റെ കണ്ടെത്തൽ എന്താണെന്ന് അറിയോ? അശോക് ഷെട്ടി എന്ന ആളില്ല. അപ്പം ഇല്ലാത്ത അശോക് ഷെട്ടിയും സുരേഷ് നായക്കും എനിക്ക് പണം തന്നു, എനിക്ക് മൊബൈൽ തന്നു എന്ന് പറയുന്ന സുന്ദര, അതാണല്ലോ ബേസ്. പരാതിക്കാരൻ പറയുന്ന, രമേശൻ പറയുന്ന അശോക് ഷെട്ടിനെ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചില്ല. BJPയുടെ അന്നത്തെ ജില്ലാ പ്രസിഡന്റ്, ഇന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി, ഇന്നത്തെ ജില്ലാ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിമാരും ഉൾപ്പെടെ ഉള്ള ഞങ്ങൾ ഈ രമേശിനെയും സുന്ദരയോടും പറയാൻ ആഗ്രഹിക്കുകയാണ്, എവിടെയാണ് അശോക് ഷെട്ടി? BJPക്ക് പ്രാദേശിക നേതാവും ഒരു അശോക് ഷെട്ടി എന്ന ആള് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇല്ല. പിന്നെ എങ്ങനെയാണ് അശോക് ഷെട്ടി കൈക്കൂലി കൊടുത്തത്? കോഴ കൊടുത്ത്, ഭീഷണിപ്പെടുത്തി, പ്രലോഭനം ഉണ്ടാക്കി, മൊബൈൽ കൊടുത്ത്, പണം കൊടുത്ത് എങ്ങനെയാണ് സുന്ദരയെ സ്വാധീനിച്ചിട്ട് പിൻവലിപ്പിക്കുന്നത്? വളരെ വ്യക്തമായിട്ട് ഒരു അടിസ്ഥാനവുമില്ലാത്ത ഒരു ആരോപണമായിരുന്നു എന്ന് പറയാൻ ഇതിനേക്കാൾ അപ്പുറത്ത് എന്താ? ഒരു ഭാഗം അത് ഇല്ലാത്ത അശോക് ഷെട്ടിയുടെ പേര് പറഞ്ഞ, അതിൻ്റെ പേരിൽ പരാതി കൊടുത്ത രമേശൻ ഞങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. ശ്രീ വി ബാലകൃഷ്ണ ഷെട്ടി ഞങ്ങളുടെ സംസ്ഥാന സമിതി അംഗമാണ്, ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, അഭിഭാഷകൻ, നോട്ടറി പബ്ലിക് ഒക്കെയാണ്. ഈ നാട്ടിലെ എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്, കാസർഗോഡ് ലോക്സഭയിൽ. മഞ്ചേശ്വരം നിയമസഭയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ്. അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ എന്തുകൊണ്ട് അദ്ദേഹം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സുന്ദരയുടെ വെളിപ്പെടുത്തലിൽ വരാത്ത? എന്തുകൊണ്ട് വി രമേശൻ്റെ പരാതിയിൽ ബാലകൃഷ്ണ ഷെട്ടിയുടെ പേര് വരാത്ത? അശോക് ഷെട്ടിയുടെ പേര് പറയുന്നവരെന്ത് ബാലകൃഷ്ണ ഷെട്ടിയുടെ പേര് പറയാത്ത? പിന്നെ എങ്ങനെയാണ് ബാലകൃഷ്ണ ഷെട്ടിയെ പിന്നീട് ചേർത്തത്? ഒന്ന്. രണ്ടാമത്തത് മണികണ്ഠൻ റൈ, അന്നത്തെ നിയോജക മണ്ഡലം പ്രസിഡൻ്റാണ് മണികണ്ഠൻ റൈ. പാർട്ടിയുടെ ഭാരവാഹിത്വം മാത്രമല്ല, അദ്ദേഹം ഒരു 10-15 വർഷമായിട്ട് പൈവളിക പഞ്ചായത്തിൻ്റെ മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും, അദ്ദേഹം അവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ആയിരുന്ന ആളാണ്. പൈവളിക പഞ്ചായത്ത്, തൊട്ടടുത്ത പൈവളിക പഞ്ചായത്ത്. മണികണ്ഠൻ റൈയുടെ പേരില്ലല്ലോ ആദ്യം, പിന്നെ എങ്ങനെ മണികണ്ഠൻ റൈൻ്റെ വന്നു? അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ളൊരു ഗൂഢാലോചന, കള്ളക്കേസ് എന്ന് പറയാൻ ഇതിനേക്കാൾ അപ്പുറത്തെ എന്താ വേണ്ട?
വേറെയും കൂടിയുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം നിങ്ങളുടെ സമയം ഞാൻ വേസ്റ്റ് ആക്കുന്നില്ല. കുറച്ച് ചില കാര്യങ്ങൾ മാത്രം പറയും, ഇത് കള്ളക്കേസാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. നിങ്ങൾ ആ CD ഒന്ന് വായിക്കണം, CD വായിക്കണം. നിങ്ങൾക്ക് ചിരി വന്നു, ഞാൻ ചിരിച്ചതാ. ഇങ്ങനെ ഒരു പൊട്ടത്തരം എഴുതി വെച്ചിട്ട് ഏറ്റവും നിന്ദ്യമായിട്ടുള്ള അട്രോസിറ്റി കേസ് ഒരാൾക്ക് എന്താ ഇതിനപ്പുറത്ത് വേണ്ട? ഒരു പൊതുപ്രവർത്തകന് ജാതീയമായിട്ടുള്ള വിവേചനം കാണിച്ച് എന്ന് പറയുന്ന ആക്ഷേപം വരുന്നത് തന്നെ ഏറ്റവും വലിയൊരു നാണക്കേടാണ്. അങ്ങനെയുള്ള വകുപ്പ് ചേർത്തിട്ട് സെഷൻസ് കോടതിയിൽ ഇയാൾ 5 വർഷം ശിക്ഷിക്കണം, ഇയാളെ കോഴ കൊടുത്തതിന് ശിക്ഷിക്കണം, ഇയാളെ തടങ്കലിൽ വെച്ചതിന് ശിക്ഷിക്കണം, ഇയാൾ തെളിവ് നശിപ്പിച്ചതിന് ശിക്ഷിക്കണം, ഇയാളെ ഭീഷണിപ്പെടുത്തിയതിന് ശിക്ഷിക്കണം എന്ന് പറഞ്ഞ് ഒരു ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ മിനിമം ചില റിക്വയർമെൻറ്റെങ്കിലും വേണ്ടേ? അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? കോഴയുടെ കഥ അറിയോ നിങ്ങൾ? ചാർജ് ഷീറ്റിൽ എന്താ സുന്ദരയുടെ സ്റ്റേറ്റ്മെൻ്റ് എന്നറിയോ? ഞാൻ 22-ാം തീയതി പിൻവലിച്ചു, പോലീസ് സ്റ്റേഷൻ ബദിയടുക്ക പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തു. CI വരാൻ വേണ്ടി പറഞ്ഞതാണ്, കാരണം BSPയുടെ സംസ്ഥാന പ്രസിഡന്റ് കംപ്ലയിൻ്റ് അവിടെയുണ്ട്. ഇതെല്ലാം അന്വേഷിച്ചിട്ട് ഒന്നുമില്ല എന്ന് കണ്ടിട്ടും വീണ്ടും അവിടെ പോവാണ്. പിൻവലിച്ചിട്ട് എങ്ങനെയെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇയാളെ കൊണ്ട് പറയിക്കാൻ പറ്റുമോ? അന്ന് തന്നെ ഒരു പൊളിറ്റിക്കലായിട്ട് BJPയെ തകർത്ത് കളയാൻ പറ്റുമോ? സുരേന്ദ്രനെ ഒന്ന് ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതില്ലാതാക്കാൻ പറ്റുമോ എന്നുള്ള മേൽനിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? പ്രോസിക്യൂഷൻ കേസ് എന്താണെന്നറിയാം? ഇദ്ദേഹം ഇതൊക്കെ കഴിഞ്ഞ് പിൻവലിച്ച് 3 ദിവസത്തെ കഥയുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അവസാനം പിൻവലിച്ച ശേഷം കേസ് എന്താ? നിങ്ങളുടെ അടുത്തൊക്കെ എന്താ പറഞ്ഞ്? കോഴ വാങ്ങിച്ച് പിൻവലിച്ചു. പക്ഷേ കേസ് എന്താണെന്നറിയോ? പ്രോസിക്യൂഷൻ കേസ്. ഇതെല്ലാം പിൻവലിച്ച ശേഷം ഞാൻ വീട്ടിൽ പോയി. അപ്പോൾ അമ്മ എൻ്റെ കയ്യിലൊരു പൊതി തന്നു. ആ പൊതി ഞാൻ പൊട്ടിച്ചു. നോക്കുമ്പോൾ 500-ൻ്റെയും 2000-ൻ്റെയും നോട്ടുകളാണ്. 2.5 ലക്ഷം രൂപയുണ്ടായി. കോഴ കൊടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെ കൊടുക്കണ്ടേ? വാങ്ങിയിട്ടാണ് പിൻവലിച്ചതെന്ന് വെച്ചാൽ ആദ്യം വാങ്ങിയിട്ടല്ലേ, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ പിൻവലിക്കേണ്ട? എന്നിട്ട് പോയിട്ട് എണ്ണി നോക്കി വിശ്വസിക്കാൻ പറ്റുമോ? അപ്പം അങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പൂർണ്ണമായിട്ടും വൺ സൈഡഡ് ആയിട്ടുള്ള VV രമേശൻ്റെയും CPMൻ്റെയും തിരക്കഥക്കനുസരിച്ച് വന്നിട്ടുള്ള കാര്യമാണിത്. ഒരു നീതിയും ഒരു തരത്തിലുള്ള നീതിബോധവും ഇല്ലാത്ത ഇൻവെസ്റ്റിഗേഷനും സ്പെഷ്യൽ താല്പര്യമുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറും ഒക്കെ വെച്ച് BJPയെ അങ്ങ് തകർത്ത് കളയാം, സുരേന്ദ്രൻ അങ്ങ് ഇല്ലാതാക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ കണക്ക് കൂട്ടിയിട്ടാണ് ഈ കേസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അതനുസരിച്ചിട്ടാണ് ഇവിടെ എല്ലാം ചെയ്തിട്ടുള്ളത്. കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. ഇങ്ങനെ എല്ലാം വ്യാജമായിട്ട് വ്യാജമൊഴികൾ എല്ലാം ഉണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ കേസ് പോയത്. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം നീതിപീഠം മനസ്സിലാക്കി ഇതൊരു കള്ളക്കേസാണെന്ന് ഈ കേസിൽ പ്രതികളെ കുറ്റമുക്തമാക്കിയത്. സാധാരണഗതിയിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ചാർജ് ഫ്രെയിം ചെയ്തതിന് മുമ്പേ പ്രോസിക്യൂഷൻ സബ്മിറ്റ് ചെയ്ത എല്ലാ രേഖകളെയും മൊഴികളും വിശ്വസിക്കണമെന്നുള്ളതാണ് നിയമം പറയുന്നത്. അങ്ങനെ വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിചാരണ നടത്തി, ക്രോസ് വിസ്താരം നടത്തി, പ്രതിക്ക് പറയാനുള്ളത് പറഞ്ഞ് പ്രതിഭാഗം സാക്ഷി വിസ്താരവും രേഖകളൊക്കെ സമർപ്പിച്ച് അങ്ങനെ വിസ്തരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഉള്ള ഒരു കേസാണിത് എന്ന് ബഹുമാനപ്പെട്ട ജില്ലാ സെഷൻസ് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ കേസ് പ്രതികളെ വിചാരണ ചെയ്യാൻ ഇതില്ല എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്നത്. കേസിൽ വിടുതൽ ഹർജി അനുവദിച്ചുകൊണ്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഇപ്പോൾ UDFകാർക്ക് ഇപ്പോൾ പുതിയൊരു സൂക്കട തുടങ്ങിയിട്ടുണ്ട്. CPM BJP ഒത്തുകളി. UDFകാർക്ക് ഒത്തുകളി സിൻഡ്രമാണ്. ഒത്തുകളി സിൻഡ്രം, എല്ലാത്തിനും ഒത്തുകളി. സുധാകരനെ LLB ആക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്.
അദ്ദേഹം ഇത് ഒത്തുകളി എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ബഹുമാനത്തോടെ അദ്ദേഹത്തെ അറീഫിനെ മാനിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒരു വെല്ലുവിളി നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ കേസിലെ CD-യുടെ പകർപ്പ് കംപ്ലീറ്റ് സൗജന്യമായിട്ട് VD സതീശനെ ഏൽപ്പിക്കാം. അദ്ദേഹം അത് പഠിക്കട്ടെ. ആ CD-യിൽ എങ്ങനെയാണ് ഒരു പ്രതിക്ക് നീതി നിഷേധിച്ചതെന്നും എത്രമാത്രം ഒരു പക്ഷപാതമായിട്ടുള്ള ഇതാണെന്ന് അദ്ദേഹം പഠിക്കട്ടെ. അതല്ല എന്നൊരു അഭിപ്രായം VD സതീശനുണ്ടെങ്കിൽ VD സതീശനുമായിട്ട് ഞങ്ങൾ സംവദിക്കാൻ തയ്യാറാണ്. സംവാദത്തിന് തയ്യാറുണ്ടോ? VD സതീശൻ ഇതിൽ ഒത്തുകളിയുന്ന എങ്ങനെയാണ് പറയുക എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഒത്തുകളി എന്ന ആരോപണം പിൻവലിക്കണം VD സതീശൻ. അതല്ല അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് സംവദിക്കാൻ തയ്യാറാവണം. VD സതീശനെ കുറിച്ച് ചില ആൾക്കാരൊക്കെ ആ ഇനീഷ്യൽ വേറെ രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ VD സതീശൻ ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവല്ല. VD സതീശൻ ഇപ്പോൾ കേരളത്തിൻ്റെ വിഡ്ഢിപക്ഷ നേതാവാണ്. വിഡ്ഢിപക്ഷ നേതാവാണ്, വിഡ്ഢികളുടെ നേതാവാണ്. അത്തരം വിഡ്ഢിത്തമാണ് സതീശൻ ഇപ്പോൾ പുലമ്പുന്നത്. സതീശൻ ഒത്തുകളി പറയുന്നതിന് മുമ്പേ സ്വന്തം അഴിമതി കേസിൽ പിണറായി വിജയൻ്റെ വാക്ക് ഞാൻ പറയുന്നില്ല, താങ്ങി നടക്കുന്ന ഔദാര്യം പറ്റുന്ന സതീശന് ഒരു ധാർമ്മികതയുമില്ല. BJPക്കെതിരെ ഒത്തുകളി പറയാൻ, പ്രത്യേകിച്ച് ഈ കേസിൽ. ഇത് BJPയുടെ രാഷ്ട്രീയ വിജയമാണ്. ഇത് BJP നടത്തിയിട്ടുള്ള നിയമപരമായിട്ടുള്ള നിയമ പോരാട്ടത്തിൻ്റെ വിജയമാണ്. ഒരു തരത്തിലുള്ള ഒത്തുകളിയും ഇവിടെ ഇല്ല. ഇവിടെ UDFും LDFും വളരെ ശക്തമായിട്ട് BJPക്കെതിരായിട്ട് ഒരുമിച്ച് നിന്നതാണ്. സതീശന് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു തരാം. ഇതിൽ ഞാൻ വെറുതെ അല്ല പറഞ്ഞേ, നോമിനേഷൻ വിഡ്രോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച സുന്ദരയെ ആരൊക്കെ വിളിച്ചിട്ടുണ്ട്? അതിൽ UDFിൻ്റെ നേതാക്കന്മാരുണ്ട്. എൻമകജയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സോമശേഖരനുണ്ട്. സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നില്ല, സുന്ദര പറയുന്നില്ല. പക്ഷേ വളരെ വ്യക്തമാണ്, ഒരു തടങ്കലിലും ഉണ്ടായിട്ടില്ല. അദ്ദേഹം BSPയുടെ നേതാക്കന്മാരെ അറിയിച്ചിട്ടുണ്ട്, സോമശേഖരനെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം നോമിനേഷൻ പിൻവലിക്കുന്നതായും BJPയിൽ ചേരുന്നതായിട്ട് 21-ാം തീയതി തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സോമശേഖരനും പറയുന്നുണ്ട്. ഈ ഒത്തുകളി ആരോപിക്കുന്ന VD സതീശൻ സോമശേഖരനോട് ചോദിക്കണം ശരിയാണോ എന്ന്. BJPയുടെ ആരോപണം ഇത് ആരോപണമല്ല, ഒരു വസ്തുത ജനങ്ങളോട് പറയാണ്. നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ നേതാവ് സോമശേഖരനെ ഈ സുന്ദര വിളിച്ചിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തെന്നാണ് പറയുന്നത് സുന്ദര. സോമശേഖരനും അത് തന്നെയാണ് പറയുന്നത്. അപ്പം ആ സോമശേഖരനെ വിളിക്കുകയും സുന്ദരയെ വിളിക്കുകയും ഒന്നിലേറെ തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇംഗിതം പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എന്തോ ഒത്തുകളി എന്നാണ് പറയുന്നത്. അതിലെങ്ങനെയാണ് പിന്നീട് ഏതോ ഒരു ചാനലിൽ വെളിപ്പെടുത്തലെന്ന് പറഞ്ഞിട്ട് എന്തോ താല്പര്യത്തിൻ്റെ പേരിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ കേസെടുക്കുക? ഇപ്പോൾ പൂർണ്ണമായിട്ടുള്ള നീതി നിഷേധമുണ്ട് ഇവിടെ. ഞങ്ങൾ ഇതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം പറയാം. ഞങ്ങൾ ഈ കേസിലെ പരാതിക്കാരൻ VV രമേശ് കള്ളപ്പരാതിയാണ് കൊടുത്തിരിക്കുന്നത്, കള്ളക്കേസാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണസ്വാധീനം ഉപയോഗിച്ച് CPMൻ്റെ താല്പര്യമനുസരിച്ചിട്ടാണ് ഈ കേസിൽ കള്ളക്കേസ് എടുത്തിട്ടുള്ളത്, ഇതിലെ നടപടികൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് VV രമേശിനെതിരെ ഞങ്ങൾ കള്ളക്കേസ് കൊടുത്തതിന് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഒന്നാമത്തെ. രണ്ടാമത്തത്, ഒരു പോലീസ് ഓഫീസറും ഇത്ര കണ്ട് പക്ഷപാതം കാണിക്കാൻ പാടില്ല. DYSP A സതീഷ് കുമാർ വളരെ പ്രത്യക്ഷത്തിലും വളരെ പ്രകടമായിട്ടും തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സതീഷ് കുമാറിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സതീഷ് കുമാർ DYSP അന്വേഷണ സംഘത്തിൻ്റെ തലവൻ, അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണം. VV രമേശിനെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും. ഈ കേസിലെ അന്വേഷിക്കണം. അത് ഈ നോമിനേഷൻ പിൻവലിക്കാൻ വേണ്ടി കൊടുത്ത് ആ റിട്ടേണിംഗ് ഓഫീസറുടെ
ഓഫീസിൽ നിന്ന് ചോർന്നു പോയത് തൊട്ട് ഇതിലെ അന്തിമ റിപ്പോർട്ടും ഇതിലെ വ്യാജ രേഖകൾ ചമച്ചതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഈ ആവശ്യം നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും രണ്ട് തരത്തിലും BJP രാഷ്ട്രീയപരമായിട്ട് ജനങ്ങൾ എത്രമാത്രം അനീതിയാണ് ഈ പിണറായി സർക്കാർ BJPയോട് കാണിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ BJP ആസൂത്രണം ചെയ്യും. അതുപോലെ തന്നെ നിയമപരമായിട്ട് VV രമേശിനെതിരായിട്ടും അതുപോലെ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സതീഷ് കുമാറിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ നിയമ പോരാട്ടവും നടത്തും. വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോകാനാണ് BJPയുടെ തീരുമാനം. ഏത് കരുവന്നൂരിൽ എന്താ നടപടിക്ക് കുറവുള്ളത്? എന്താ നിങ്ങൾ ഡബിൾ സ്റ്റാൻഡേർഡാണ് ഇതിൽ. ഒരു ഭാഗത്ത് ED ശക്തമായിട്ട് നടപടി സ്വീകരിച്ചാൽ പകപൊക്കൽ, മറുഭാഗത്ത് നിങ്ങൾ പറയുന്നു ഒത്തുകളി. ഇതെങ്ങനെയാണ് ഈ കേസിൽ? ഞാൻ ചോദിക്കട്ടെ, ഈ കേസിൽ ഒത്തുകളി എന്ന് എങ്ങനെയാണ് പറയുക? ഒരു SC ST അട്രോസിറ്റി എന്താ കേസ്? എന്താ ഒരു കാര്യം കൂടി, സുന്ദര സുരേന്ദ്രൻ്റെ അപരനായിട്ട് വരുമ്പോൾ സുരേന്ദ്രന് കിട്ടേണ്ട വോട്ട് സുന്ദരയ്ക്ക് പോകും, അങ്ങനെ തോക്കും. അങ്ങനെ ഇതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് സുന്ദരയുടെ നാമനിർദ്ദേശ പത്രിക എന്തു വില കൊടുത്തും പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട് സുരേന്ദ്രൻ ശ്രമിച്ചത് എന്നുള്ളതാണല്ലോ ആരോപണം. അല്ലേ? അതല്ലേ? അപ്പോൾ അതിലെവിടെയാണ് ജാതീയ വിവേചനം? എവിടെയാണ് ജാതീയ വിവേചനം? അറ്റ്ലീസ്റ്റ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് വളരെ വ്യക്തമാണ് നിയമങ്ങളൊക്കെ തന്നെ. സുപ്രീം കോടതി എത്രയോ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പരാതിയിലില്ല, പരാതിക്കാരന് VV രമേശിന് അങ്ങനെ ഒരു ആരോപണം ഇല്ല. പരാതിയിൽ അങ്ങനെ ഒരു ആരോപണം ഇല്ല. ഞാൻ ഇന്ന ഒരു സമുദായം ആയതുകൊണ്ടാണ് ഇന്ന സമുദായം അല്ല, SC അല്ലാത്ത ST അല്ലാത്ത വിഭാഗത്തിൽപ്പെട്ട പ്രതികൾ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചത്, അല്ലെങ്കിൽ പണം കൊടുത്ത് ഭീഷണിപ്പെടുത്തിയതെന്നും അല്ല. നിയമോപദേശം എന്ന് പറഞ്ഞാൽ ആര്യ? സി ശുക്കൂറല്ലേ നിയമോപദേശകൻ? രമേശൻ്റെ വക്കീലല്ലേ? നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ രമേശൻ ഈ പരാതി കൊടുക്കാൻ നിൽക്കുമോ? രമേശൻ പരാതി കൊടുക്കാൻ നിൽക്കുമോ? രമേശൻ CPM-ന് LDF-ന് ഒത്തുകളിയാണെങ്കിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കുമോ? DYSP ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുക്കുമോ? ഇത് എങ്ങനെയെങ്കിലും BJP ഒന്ന് ശരിപ്പെടുത്തി കളയാം. ഒന്ന് കിട്ടി, അങ്ങനെ ആഘോഷിച്ചു. നിങ്ങൾ പറയുന്ന കേസിൽ ഒന്നും തന്നെ ഒരു ഒത്തുതീർപ്പില്ല. വെറുതെ ഇല്ലാണ്ട് വിഡ്ഢിപക്ഷ നേതാവ് എന്തെങ്കിലും പറയും, അതിനൊന്നും നമ്മൾ വില കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ വേറൊരുത്തനുണ്ട്, മഞ്ചേശ്വരം MLA, വലിയ ജനാധിപത്യ മൂല്യത്തെക്കുറിച്ച് പറഞ്ഞു. ജനാധിപത്യം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പിന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കുന്ന ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയാൽ ശിക്ഷയിലുള്ള ആളാണ്, ശിക്ഷിച്ച ആളാണ്, കുറ്റക്കാരനാണ്. എന്നിട്ട് MLA അഷ്റഫ് വലിയ ധാർമ്മികതയൊന്നും പറയണ്ട, ജനാധിപത്യ മൂല്യങ്ങളൊന്നും പറയണ്ട, ഒരു പാവം തഹസിൽദാരെ അതിക്രമിച്ച് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. ഈ വലിയ ഡയലോഗ് എടുക്കുന്ന സോമശേഖരനോട് ചോദിക്കട്ടെ ഇവരൊക്കെ ആദ്യം പോയിട്ട് എന്താണെന്നുള്ളത്. വെറുതെ എന്തെങ്കിലും സുരേന്ദ്രനെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളെ പലരുടെയും മുഖഭാവം വെറുതെ വിട്ടെന്ന് പറയുമ്പോൾ എന്തായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് പിൻവലിപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം ചെയ്തത്. ഓക്കെ, അതിൽ വേറെ ഉണ്ടല്ലോ, സുരേന്ദ്രനില്ലേ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സുരേന്ദ്രൻ അവിടെ ഉണ്ടല്ലോ. സുരേന്ദ്രനെ നിങ്ങൾ ആ സമയത്ത് തന്നെ പാഞ്ഞു പോയിട്ടില്ലേ സുരേന്ദ്രൻ്റെ അടുത്ത് എന്തെങ്കിലും കിട്ടുമെന്ന്? എല്ലാവരും പോയതല്ലേ അല്ലേ? നിങ്ങളെ ക്യാമറയും എന്ത് സ്പീഡിലാണ് പോയ, ആക്സിഡൻറ്റ് എന്തെങ്കിലും സംഭവിക്കാത്ത ഭാഗ്യം. അമ്മാതിരി സുരേന്ദ്രനെ പിടിക്കാൻ വേണ്ടി പോയല്ലേ. സുരേന്ദ്രൻ പറഞ്ഞു എൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല. ഇല്ല, നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലേ, നിങ്ങൾ വിടുന്നവരാണ്, നിങ്ങൾ നല്ല നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ മാധ്യമങ്ങൾ പോലീസിനേക്കാളും ഭയങ്കര അന്വേഷണം ഇതുള്ള സാമർഥ്യമുള്ള ആൾക്കാരാണ്. ഏത് ചെറിയത് കിട്ടി അതിൻ്റെ പിന്നാലെ പോയിട്ട് അയാളെ റെഡിയാക്കുന്ന ആൾക്കാരാണ് അല്ലേ. എന്നിട്ട് സുരേന്ദ്രൻ അങ്ങനെ ഒരു ആരോപണമില്ല, അത് തന്നെ വന്നിട്ടുണ്ട് കോടതിയിൽ. നിങ്ങൾ ഇതൊന്നും വന്നിട്ടില്ലെങ്കിൽ ഞങ്ങളിത് കൊണ്ട് ചോദിക്കില്ലേ. പിന്നെ നിങ്ങൾ പറഞ്ഞ ഇതൊക്കെ വന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ഫോൺ കോൾ രേഖകളുണ്ട്. അത് പോലീസിന് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഹാജരാക്കാതിരിക്കാൻ പറ്റില്ല, പ്രതിഭാഗം ചോദിക്കില്ലേ.
അപ്പം പോലീസ് എന്തൊക്കെ പറ്റും അതൊക്കെയാണ്. പോലീസിന് ഇനി ഒന്നും ബാക്കി വെച്ചിട്ടില്ല. എന്തെല്ലാം കള്ളത്തരം അതിൽ കാണിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് ഒത്തുകളി എന്നാണ് പറയുന്നത്. VD സതീശൻ ആ ഫയലൊന്ന് വായിക്കട്ടെ. അതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ സാക്ഷികളുടെ മൊഴിയൊക്കെ കൊടുക്കണം. മൊഴിയൊക്കെ കോടതിയിൽ ഹാജരാക്കണം. അവർ അല്ല പോലീസ് അല്ല അതിൽ അതായത് അതൊരു ഒരു പ്രതിഭാഗത്തിൻ്റെ പിന്നെന്താ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ അത് പ്രതിഭാഗത്തിനും കൂടി ഉണ്ടാവുമല്ലോ. പ്രതിഭാഗത്തിന് അനുകൂലമായിട്ടോ എതിരായിട്ടോ ചിലപ്പോൾ അവരിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഞങ്ങളുടെ എന്താ ലീഗൽ മൈൻഡിൽ അത് കണ്ടെത്തിയതായിരിക്കും. കോഴ കൊടുത്ത് ഭീഷണിപ്പെടുത്തി പണം കൊടുത്ത് പിന്നെ കോഴ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ പ്രതിയാണ്. അപ്പം കോഴ കൊടുത്ത് പിന്നെ ഇത് അങ്ങനെ ഭീഷണിപ്പെടുത്തി പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളാണ് പിന്നെയുള്ള. നല്ല ചോദ്യമാണ്. ഐ റിയലി അപ്രീഷിയേറ്റ്. കാരണം ആ പോയിന്റും കൂടി ക്ലിയർ ചെയ്യേണ്ടതാണ്. ഞാൻ നേരത്തെ കുറേ സമയം എടുക്കുന്നതുകൊണ്ട് അതൊക്കെ പറയാത്തത്. കേസിൽ ഫോട്ടോ ഹാജരാക്കിയിട്ടുണ്ട്. ഫോട്ടോയുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വാദവും അതായിരുന്നു. ഞങ്ങളിപ്പോഴും അന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ കേസ് വന്ന തുടക്കത്തിൽ ഞാൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങളിലൊക്കെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. BJP എന്തെങ്കിലും തരത്തിൽ ഫൗൾ പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന അന്ന് ഉണ്ടായിരുന്ന സംശയം, അന്നുണ്ടായിരുന്ന പ്രചരിച്ച വാർത്തകളൊക്കെ ശരിയാണെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ സെൻസ് ഉള്ള ആളെന്നല്ല ഞാൻ പറയുക, ഏതെങ്കിലും വിഡ്ഢി ചെയ്യുമോ? അവൻ ഭീഷണിപ്പെടുത്തിയ ഒരാൾ, അവൻ പൈസ കൊടുത്തിട്ട് സ്വാധീനിച്ച് കൊല്ലുമെന്ന് പറഞ്ഞിട്ട് വീട്ടുകാരൊക്കെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ആൾ അവരെയൊക്കെ നിർത്തി ഷാളൊക്കെ ഇട്ട് ഫോട്ടോ എടുത്ത് അവസാനം അത് സ്വന്തം ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മീഡിയക്കും നിങ്ങൾക്കടക്കം കിട്ടിയല്ല വാർത്ത. അതെ ഞാൻ പ്രോസിക്യൂഷൻ അല്ലല്ലോ പറയുന്നത്, സുന്ദരല്ലേ പറയുന്നത്. യെസ് അതന്നെ ഞാൻ പറയുന്നത്. ഈ അപ്പൊ കൺക്ലൂഷൻ എന്താ? ഇറ്റ് ഈസ് ഫോൾട്ട്. അതാണ് പ്രശ്നം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് പരാതിക്കാരൻ്റെ പരാതി സ്വീകരിച്ച് അതിലെങ്ങനെയെങ്കിലും ഒരു കൺവിക്ഷൻ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതല്ല ഇൻവെസ്റ്റിഗേഷൻ. നിഷ്പക്ഷവും നീതിയുക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ. അതിൽ സത്യമില്ലെങ്കിൽ അതിൽ സത്യമില്ല ഇന്ന കാരണം എന്ന് പറഞ്ഞ് ആ കേസ് അവിടെ ഡ്രോപ്പ് ചെയ്യണമായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു കേസിൽ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ 22-ാം തീയതിയത്തെ സ്റ്റേറ്റ്മെൻറ്റ് മറച്ചു വെച്ച് ഇവരെന്തുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യാത്തത് കോടതിയിലും? ഞങ്ങൾക്ക് ഇൻഫർമേഷൻ പ്രകാരം എടുക്കേണ്ടി വന്നില്ലേ? ഫെയർ ആയിരുന്നെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യണ്ടേ, കോടതിയിൽ ഹാജരാക്കണ്ടേ? അവരുടെ കയ്യിലുള്ളതല്ലേ. CIയുടെ ഇൻസ്പെക്ടർ സലീമിൻ്റെ സാന്നിധ്യത്തിൽ പ്രമോദ് ASI എടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് ഹാജരാക്കിയിട്ടില്ല? വേറെയുണ്ട്. അത്രയും ഫെയർ ആണെങ്കിൽ BSPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി പറയുന്നുണ്ട് സംസ്ഥാന പ്രസിഡന്റ് പരാതി കൊടുത്തിട്ടുണ്ടെന്ന്. സംസ്ഥാന പ്രസിഡന്റിൻ്റെ മൊഴിയെടുക്കണ്ടേ? ആ പരാതി ഹാജരാക്കണ്ടേ? പോലീസിൻ്റെ കയ്യിലുള്ളതല്ലേ. അപ്പോൾ അതൊക്കെ എന്തിനാണ് മറച്ചത്? ഇതൊക്കെ മറച്ചു വെച്ചതും ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒറ്റ കാരണമാണ് എങ്ങനെയെങ്കിലും രമേശൻ പറഞ്ഞതുപോലെ ഇവനൊന്ന് ശിക്ഷിച്ചു കൊടുക്കണം, ഇവൻ്റെ നാവൊന്നും ഇല്ലാതാക്കണം. അതാണ്. ദാറ്റ്സ് ദ പോയിന്റ്. ഞാൻ നേരത്തെ ചെറിയ രീതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായി. ഇത്രയെല്ലാം താല്പര്യമുണ്ടായിട്ട് സർക്കാരിനും പോലീസിനും പരാതിക്കാരനും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്കെല്ലാം താല്പര്യമുണ്ടായിട്ടും, നിക്ഷിപ്ത താല്പര്യവും പ്രതികൾക്കെതിരായിട്ട് താല്പര്യമുണ്ടായിട്ടും അവർക്കൊരു തെളിവും കിട്ടാത്തത് കൊണ്ടാണ് അവർക്ക് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിക്കാത്തത്. പിന്നെ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അട്രോസിറ്റിയൊക്കെ വെച്ച് ആ ലിമിറ്റേഷൻ പീരീഡ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ വിഡ്ഢി സതീശൻ പറയുന്നത് പോലെ ഒത്തുകളി അല്ല. ഇത്രയെല്ലാം ആക്കി എന്തിനാണ് ഇത്ര നീട്ടിക്കൊണ്ടുപോകുന്നത്? ആവശ്യം ഉണ്ടായിട്ടില്ല. ഈ പറയുന്നതിന് ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല. എവിടെയൊക്കെ ഹോട്ടലിലെ ഹാർഡ് ഡിസ്ക് സതീശനോട് ഞാൻ ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് ചോദിക്കുക എന്ത് പുല്ലിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയതിന്? ഏതോ പാവങ്ങൾക്ക് ഹാർഡ് ഡിസ്ക് പോയി, CCTV പോയി, അല്ലാണ്ട് വേറെ എന്താ സംഭവിച്ചത്? അതൊക്കെ ഉദ്ദേശം ഉണ്ടായിരുന്നു. കാരണം ഇതിൽ
നിരന്തരമായിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക, നിരന്തരമായിട്ട് വാർത്തകൾ. അങ്ങനെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തില്ലേ? ആ CCTV മറ്റെന്താ ഒരു മൊബൈൽ ഷോപ്പിൽ പോകുമ്പോൾ എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്നല്ലോ. അന്വേഷണത്തിൻ്റെ സമയത്ത് മാധ്യമങ്ങൾക്ക് വിവരം കൊടുത്തിട്ട് പോകുന്ന ടീമിൻ്റെ വലിയ ഇതൊന്നും പറയണ്ട, ധാർമ്മികതയൊന്നും പറയണ്ട. അത് രഹസ്യമായിട്ടല്ലേ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ പിറകെ പോകുന്ന ആൾക്കാരുടെ താല്പര്യം അതായതുകൊണ്ട് അത് അവിടെ എത്തിയില്ല, അല്ലെങ്കിൽ അതും കൂടി നശിപ്പിക്കുമല്ലോ തെളിവ്. വേറെ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്, തെളിവ് നശിപ്പിച്ചു. എന്താ പറഞ്ഞെന്നറിയോ? സുരേന്ദ്രൻ്റെ മൊബൈൽ കൊടുത്തില്ല. സുരേന്ദ്രൻ്റെ മൊബൈൽ ഈ കേസായിട്ട് എന്താ ബന്ധം? അപ്പം സുരേന്ദ്രൻ്റെ മൊബൈൽ എടുത്തിട്ട് എല്ലാ രഹസ്യങ്ങളും എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഇന്ന് വാട്സപ്പ് ഉണ്ട്, പാർട്ടി പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, മെയിലുണ്ട്, ഇതെല്ലാം എടുക്കുക. അതിനുകൊണ്ട് ഇതെന്താ ഇവർ മാത്രം നിയമങ്ങൾ? ഇവ സതീശൻ DYSP ആണെങ്കിൽ ഞങ്ങൾക്കും ഇല്ല നിയമം. ഇവങ്ങ് ഒരു കടലാസ് ഇങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പിന്നെ CPMമാർക്ക് ചോർത്തി കൊടുക്കാൻ, സർക്കാരിന് ചോർത്തി കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാനുള്ളതാണ്. നിങ്ങളെന്താ മൊബൈലായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല? എന്തെങ്കിലും കേസാണിത്? മൊബൈൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തെളിവ് നശിപ്പിച്ചു. കൊടുത്തിട്ടില്ലെങ്കിൽ തെളിവ് നശിപ്പിക്കൽ എങ്ങനെയാണ്? പ്രതികൾ മൊബൈലായിട്ട് എന്താ ഇപ്പോൾ അശ്ലീലം അങ്ങനെ ഒരു മൊബൈലായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ മനസ്സിലാക്കാം. എന്തെന്നാന്ന് വായിക്ക് തോന്നിയത് കോതക്ക് പാട്ട്. ഈ സൂക്കട് ഈ ഭരണകക്ഷി പറഞ്ഞ അനുസരിച്ചിട്ട് ആക്ട് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പാഠമാവണം. ഞങ്ങൾ അതാ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇനി പറഞ്ഞ കണക്ക് തുള്ളിക്കൊണ്ട് പോകാൻ പാടില്ല. ഇങ്ങനെ ആരാണ് പറഞ്ഞത്? ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ റിട്ടയർഡ് ആവുമല്ലോ, അന്നും കേസ് നടക്കേണ്ടി വരും, അപ്പം അറിയും. അങ്ങനെ ആക്കും. ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന് എതിരായിട്ട് നടപടി സ്വീകരിക്കണം. ഇത്രയും പക്ഷപാതപരമായിട്ട് അന്വേഷണം നടത്തി നിരപരാധിയായിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ ദ്രോഹിച്ചതിന്, പീഡിപ്പിച്ചതിന് ശക്തമായിട്ടുള്ള നടപടി ഞങ്ങൾ സതീശനെതിരെ എടുക്കും. ഇതിനെ തുടക്കം കുറിച്ച VV രമേശനും ആൾക്കെതിരായിട്ട് കൊടുക്കും. അല്ല എത്തും. ഞങ്ങൾ രമേശൻ്റെ കണക്ക് വിഡ്ഢിത്തം ചെയ്യില്ലേ? ഞങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യും. ഏത് വാർത്ത വരും എന്ന് പറഞ്ഞിട്ട് ചാടിക്കയറിയിട്ട് ചെയ്യില്ല. ഗൂഢാലോചന നേരത്തെ ഉള്ളതുകൊണ്ട് അത്ര പെട്ടെന്ന് ഇങ്ങനെ രമേശന് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചു. അപ്പം നേരത്തെ ഇത് പ്ലാൻ ചെയ്തതാ. അതിപ്പോൾ എല്ലാവർക്കും അവകാശം ഉണ്ടല്ലോ. ആ അവകാശം ഇപ്പോൾ ഞങ്ങളും ഇല്ലയെന്ന് പറയുന്നില്ല. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഇത് ഏത് കോടതി പോയാലും ഇതിൽ ഈ പ്രതികൾക്ക് അനുകൂലമായിട്ടേ വരുള്ളൂ. വി ആർ വെരി കോൺഫിഡൻറ്റ്.